ചെറിയ ബന്ധമല്ല. പൊന്മള ഉസ്താദിനെ കുറിച്ച് പറഞ്ഞാൽ സാദാത്തീങ്ങളോട് വലിയ സ്നേഹമാണ്, സാലിഹീങ്ങളോട് വലിയ സ്നേഹമാണ്. നല്ലത് നല്ലതാണെന്നും പൊട്ട് പൊട്ടാണെന്നും ശരിക്ക് തിരിച്ചറിയാനുള്ള കഴിവുള്ള വലിയ പണ്ഡിതനാണ് മഹാനായ ശൈഖുന പൊന്മള ഉസ്താദ് അവറുകൾ. അല്ലാഹുവേ, അവർക്ക് നീ ദീർഘായുസ് നൽകണേ റഹ്മാനെ, ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ, ആരോഗ്യം കൊടുക്കണേ റഹ്മാനെ. വലിയ വലിയ വിഷയങ്ങൾ വരുമ്പോൾ ബഹുമാനപ്പെട്ട ഖൂറത്ത് ഉസ്താദാത്ത് തങ്ങളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ആ വിഷയം പങ്കിടുകയും ബഹുമാനപ്പെട്ട തങ്ങളുടെ നിർദ്ദേശം അനുസരിക്കുകയും വലിയ വലിയ ആപൽ ഘട്ടങ്ങളിൽ മഹാനായ ഫസൽ കോയമ്മത്തങ്ങളവറുകളുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ടവരുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് സ്വീകരിക്കാറുണ്ടായിരുന്നു. ഇന്ന് സമസ്തയുടെ സമുന്നതരായ നേതാക്കളിൽ ഏറ്റവും വലിയ പണ്ഡിതനും ഫഖീഹും ആണ് ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് അവറുകൾ. പക്ഷേ ഇത്ര ദൂരത്ത് നിങ്ങളൊക്കെ മനസ്സിലാക്കണം, ഞാനിപ്പം വന്നത് 187 കിലോമീറ്റർ ദൂരത്ത് നിന്ന് യാത്ര ചെയ്തുകൊണ്ടാണ്. പക്ഷെ അതിന്റെ 10 മടങ്ങ് ദൂരമുണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദിനും മലപ്പുറത്തേക്ക്. പക്ഷേ അവരോടുള്ള ഏറ്റവും വലിയ ഷൗക്ക് കൊണ്ട്, ആ സ്നേഹം കൊണ്ട് ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറ അവിടുത്തെ ദർജനെ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾക്ക് ഏറ്റവും സ്നേഹമുള്ള പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ്. പല സ്റ്റേജുകളിൽ വെച്ചുകൊണ്ട് അത് പൊന്മള പറയും, അത് പൊന്മള പറയും എന്നിങ്ങനെ ബഹുമാനപ്പെട്ട താജുൽ ഉലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ അവരോടുള്ള മഹബത്ത് കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ ഓർത്തു വഴുകയാണ്, കഴിഞ്ഞ വർഷം ലത്തീഫ് സൈദി പഴശ്ശി അവർ മരിച്ച ദിവസമാണ് ഇന്ന്. അള്ളാഹു അവരുടെയും ഖബർ സന്തോഷമാക്കി അലങ്കരിക്കട്ടെ. കൂറത്തങ്ങളെ ഏറ്റവും സ്നേഹിച്ച ഒരു മഹൽ വ്യക്തിത്വമാണ്. ബഹുമാനപ്പെട്ടവരുടെ ഉറൂസുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ വീട്ടിൽ പോയി ഇൻഷാ അല്ലാഹ് ഒരു പണ്ഡിത ക്യാമ്പ് വെക്കണം എന്ന് പറഞ്ഞപ്പോ ഉസ്താദിന് ഭയങ്കര ഉഷാറ്, ഇൽമെന്ന് കേട്ടപ്പം ഭയങ്കര ഉഷാറ്. അൽഹംദുലില്ലാഹ് തലേ ദിവസം അവിടെ വന്നു ലാൻഡ് ചെയ്ത് പിറ്റേന്ന് ഞങ്ങൾക്ക് അവിടെ ജമിയത്തുൽ ഉലമയുടെ താലൂക്ക് മുഷാവറയുടെ പണ്ഡിതന്മാരും ജില്ലാ പണ്ഡിതന്മാരും അടങ്ങുന്ന വലിയൊരു പണ്ഡിതന്മാർക്ക് നല്ലൊരു ക്ലാസും ഉസ്താദ് തന്നു. ഈ വർഷവും ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ലത്തീഫ് സൈദിയുടെ പരിപാടിക്ക് പണ്ഡിത ക്യാമ്പൊന്നും ഇപ്പോൾ ഇല്ലേ? എന്താണിത് ചോദിക്കാൻ കാരണം? അവരൊക്കെ ഇൽമിനെ വല്ലാതെ സ്നേഹിച്ചവരും ഇൽമിനെ രുചിച്ചവരും ഇൽമിനെ കഴിച്ചവരുമാണ് ആ മഹാന്മാരൊക്കെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ പണ്ഡിത ക്യാമ്പും ഈ വരുന്ന 10-ാം തീയതി പഴശ്ശിയിൽ വെച്ചുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് വരുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അല്ലാഹു വരാനും ചെയ്യാനും തൗഫീഖ് മഹാനവറുകൾക്ക് നൽകുമാറാവട്ടെ. അവിടുത്തെ ഉസ്താദാണ് എൻ്റെ കരടിൻ്റെ കഷ്ടമായ കോട്ടൂർ ഉസ്താദ്. കാസർഗോഡ് ജില്ലയിൽ എവിടെ പരിപാടിക്ക് പോകുമ്പോഴും കാഞ്ഞങ്ങാട് ഖത്തീബായ എൻ്റെ പള്ളിയിലാണ് ഉസ്താദ് ഉറങ്ങാറുള്ളത്. ഉസ്താദിൻ്റെ കൂടെ ഞാൻ പലവട്ടവും സിയാറത്തിന് പോയിട്ടുണ്ട്. ആ വിഷയം പൊന്മള ഉസ്താദിനോട് പറഞ്ഞപ്പോൾ ആ ഉസ്താദിനോടുള്ള ബഹുമാനം കൊണ്ട് ഫക്കീറായ എന്നോട് വലിയ സ്നേഹം ഉസ്താദ് കാണിക്കുകയുണ്ടായി. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് നമുക്ക് വേണ്ടുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ മഹാനായ കൂറത്തങ്ങളുടെ മകൻ മഹാനവറുകൾ തങ്ങളവറുകൾ ഇവിടെയുണ്ട്. അൽഹംദുലില്ലാഹ് എല്ലാ